അപ്പോൾ രാഗി നമ്മുടെ പ്രേക്ഷകരൊക്കെ ശ്രദ്ധിച്ചു കാണും പുത്തൻപുലരിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വെള്ളച്ചാട്ടം. അതെ, ബിജു, മനോഹരമായ വെള്ളച്ചാട്ടം. കാരണം എന്താ, വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാനും രസമാണ്, അവിടെ അടുത്ത് ചെന്ന് നിൽക്കാനും രസമാണ്. ആളുകൾ എപ്പോഴും എല്ലാ വെള്ളച്ചാട്ടങ്ങൾക്കിടയിലേക്കും വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത തന്നെ നോക്കാം. അതുപോലൊരു വെള്ളച്ചാട്ടത്തെ കുറിച്ച് പരിചയപ്പെടാം. മഴക്കാലത്ത് പ്രകൃതി സമ്മാനിക്കുന്ന അപൂർവ നിധികളാണ് വെള്ളച്ചാട്ടങ്ങൾ. പ്രകൃതി ഒരുക്കി വെച്ച സുന്ദര കാഴ്ചകളും അനുഭൂതിയുമാണ് ഈ ഇടങ്ങൾ സമ്മാനിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്തിനടുത്തുള്ള അരീക്കൽ വെള്ളച്ചാട്ടം അങ്ങനെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറുകയാണ്. പ്രകൃതി കൈക്കുമ്പിളിൽ എന്ന പോലെ ഒളിപ്പിച്ചു വെച്ച ഒരിടം അരീക്കൽ വെള്ളച്ചാട്ടം. കിഴക്കൻ മലനിരകളെ തഴുകിയെത്തുന്ന വെള്ളം ഊർന്നു വീണു പതിക്കുന്നത് 100 അടിയോളം താഴ്ചയുള്ള കരിമ്പാറക്കൂട്ടങ്ങളുടെ മടിത്തട്ടിലേക്കാണ്. ചിന്നിച്ചിതറി നുരഞ്ഞു പതഞ്ഞ് പിന്നെയും താഴേക്ക്. വെള്ളച്ചാട്ടത്തിനു താഴെ തണുതണുത്ത വെള്ളത്തിൽ മുഴുക്കെ നനഞ്ഞൊരു അരമണിക്കൂർ നിന്നു നോക്കൂ. സമ്മർദ്ദവും വിഷാദവും എല്ലാം അലിഞ്ഞില്ലാതെയാകും. ഞങ്ങളിപ്പോൾ 4 തവണ ഇവിടെ വന്നു. നല്ല വൈബാണ്, നല്ല സ്ഥലമാണ്. ട്രാവൽ ആയാലും നല്ല റോഡും കാര്യങ്ങളാണ്. വെള്ളച്ചാട്ടം ആയാലും അടിപൊളിയാണ്. ഇത് സേഫാണ്. ആക്ച്വലി നമ്മൾ പല വെള്ളച്ചാട്ടിൽ പോയിട്ട് ഒന്നും സേഫ് അല്ല, ഇത് സേഫാണ്. ഏത് പ്രായക്കാർക്കും ഇത് കൂടെ വരാൻ പറ്റും. വെള്ളച്ചാട്ടം കാണണമെങ്കിൽ ഇപ്പോൾ വരണം. മഴ കനക്കെ പെയ്യുമ്പോഴേ ഇവിടെ വെള്ളച്ചാട്ടത്തിന് വീര്യമുള്ളൂ. മഴ കുറഞ്ഞാൽ അത് നേർത്തു പോകും. സുരക്ഷിതത്വമാണ് പ്രധാനം. വെള്ളച്ചാട്ടത്തിന് താഴെ സുരക്ഷിതമായ ആഴത്തിൽ വെള്ളം കെട്ടി നിർത്തിയതിനാൽ ഭയമില്ലാതെ വെള്ളത്തിലിറങ്ങാം. ഞാനിവിടെ സെക്കൻഡ് ടൈമാണ് വന്നത്. ഞാൻ ഇതിക്ക് മുമ്പ് ഒരു പ്രാവശ്യം കഴിഞ്ഞ മാസം വന്നിരുന്നു. അന്ന് കുറച്ചുകൂടി ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു. നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ടോയ്ലറ്റൊക്കെ അത്യാവശ്യം ക്ലീനിങ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലിയായിട്ടും കപ്പിൾസായിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. വസ്ത്രം മാറാനും പ്രാഥമിക കാര്യങ്ങൾക്കും സൗകര്യങ്ങളുമുണ്ട്. മഴക്കാലമായ ജൂൺ മാസം മുതൽ നവംബർ മാസം വരെയാണ് ഇവിടെ വെള്ളം സുലഭമായി ലഭിക്കുന്നത്. വേനലിലും വെള്ളച്ചാട്ടം സജീവമാക്കി നിർത്താനും ആലോചനയും നടക്കുന്നുണ്ട്. നമുക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് വെള്ളമില്ല എന്നുള്ളതാണ്. അത് ഒരു പരിധിവരെ നമ്മൾ ഈ വർഷം തന്നെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അരീക്കൽ, അതായത് പാമ്പാക്കട എന്നുള്ള പ്രദേശം നമ്മുടെ ഒരു 1 ഡേ ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ്. അടിസ്ഥാന സൗകര്യ വികസനവും ചില പദ്ധതികളും പമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ മനസ്സിലുണ്ട്. മൾട്ടി ഇയർ പ്രോജക്റ്റായിട്ട് നല്ല നല്ല പദ്ധതികൾ കൊണ്ടുവരുവാണ് ഇനി അരീക്കൽ. ഇപ്രാവശ്യം ഞങ്ങൾ ഫെസ്റ്റ് നടത്തുകയാണ്. അരീക്കൽ ഫെസ്റ്റ് ഓഗസ്റ്റ് അവസാനം ഞങ്ങൾ ഫെസ്റ്റ് നടത്തുകയാണ്. വളരെ കേമമായിട്ട് അത് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഫെസ്റ്റിനോടനുബന്ധിച്ച് പല പരിപാടികളും നമ്മൾ അവിടെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ തന്നെയല്ല, നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും നമ്മുടെ ഈ ഫെസ്റ്റിന് കടന്നു വരുന്നു. നടക്കാവ് കൂത്താട്ടുകുളം ഹൈവേ റോഡിൽ നിന്നും, അഞ്ചൽപ്പെട്ടി പമ്പാക്കുട റോഡിൽ നിന്നും, കാക്കൂർ റോഡിൽ നിന്നും, കൂരാപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എളുപ്പമാർഗം എത്തുവാൻ സാധിക്കും. മറഞ്ഞിരിക്കുന്ന മാണിക്യം, ഹിഡൻ ജെംസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത്തരമൊരു ഇടമാണ് അരീക്കൽ വെള്ളച്ചാട്ടം. ഉല്ലാസത്തിനായി നമ്മൾ ദൂരസ്ഥലങ്ങൾ തേടിയിറങ്ങുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഇത്തരം ഇടങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അരീക്കലിൽ നിന്ന് ക്യാമറമാൻ ഉണ്ണിക്ക വാര്യർക്കൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം.